സമാധാനമായത്. കാരണം ഞങ്ങൾ ആർട്ടിസ്റ്റുകളടക്കം ഇന്നാണ് സിനിമ ഫുള്ളായിട്ട് കാണുന്നത്. ഇടയിലിടയിൽ ചെറിയ പാച്ച് വർക്കിൻ്റെ സമയത്ത് കണ്ടതല്ലാതെ ത്രൂ ഔട്ട് സിനിമ ഞങ്ങളും ഇന്നാണ് കാണുന്നത്. അപ്പോൾ ഞങ്ങൾക്കും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ. പക്ഷേ ഇഷ്ടപ്പെട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇനി എല്ലാവരോടും കാണാൻ പറയില്ലേ, 10-ാം തീയതിയാണ് സിനിമ ഇറങ്ങുക. അപ്പോൾ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും ഒക്കെ കാണാൻ പറയാം. ഫാമിലിക്കൊക്കെ ഇഷ്ടമാവും. ഹ്യൂമറാണ് ഉള്ളതിൻ്റെ ഒരു ഡിഫറെൻറ്റ് പാറ്റേണിൽ ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ്. മൈച്ചേട്ടൻ്റെ ആയിരുന്നു. മൈച്ചേട്ടൻ്റെ അപ്പനിലൂടെയാണ് ഞാൻ വരുന്നത്. അപ്പോൾ അപ്പൻ ചെയ്തൊരു ഡയറക്ടറാണ് ഇങ്ങനൊരു കോമഡി സിനിമ ചെയ്യണമെന്നുള്ളത് കാണുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര ഒരു അത്ഭുതമാണ്. അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇത് ഇത്രയും നന്നാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വരിക, കൂടുതൽ സപ്പോർട്ട് ചെയ്യുക. സോ 10-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ വെച്ച് കാണാം. താങ്ക് യു. ഞാൻ ആകെ ശ്രമിച്ചിരുന്നത് റിയലിസ്റ്റിക് ആയിട്ട് ചെയ്യില്ല എന്നുള്ളതാണ്. ഞാൻ തിയേറ്റർ ആക്ടറാണ്, ഞാൻ നാടകത്തിൽ നിന്ന് വന്നതാണ്. അപ്പം ശരീരം എങ്ങനെ ഉപയോഗിക്കാം, ശരീരത്തിൻ്റെ സാധ്യത എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഓൾറെഡി ഞാനിപ്പോൾ 65 കിലോ ഉണ്ട്, പടം ചെയ്യുമ്പോൾ 71-72 കിലോ. അപ്പോൾ നമ്മുടെ മുഖം എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ ഒരു കാരിക്കേച്ചറിഷ് ആയിട്ടുള്ള ഈ കാരിക്കേച്ചർ സ്വഭാവം ഇവിടെ ഭയങ്കര ഓവറായിട്ട് ചെയ്യുമ്പോൾ ഈ ആ കാരിക്കേച്ചർ സ്വഭാവത്തിനോട് കട്ടയ്ക്ക് പിടിക്കണമല്ലോ. അത് ആദ്യമായിട്ടല്ല, എനിക്കൊന്നും സഞ്ജു പ്രോത്തിൽ കുറച്ച് ചെയ്തിട്ടുണ്ട് ഈ മീറ്റർ. പക്ഷേ ഇത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സണ്ണി മീറ്റർ കാരിക്കേച്ചർ മീറ്റർ സിനിമ ഈ സിനിമയല്ല. ഡയറക്ടർ പറയണത് ക്രിയേറ്റ് ചെയ്തത്. സണ്ണിയുടെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു, എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഈ നാസർ എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, നാസർ അവസാനം വരെ ചിരിപ്പിച്ച് കൊന്നില്ലേ. ഞാനിപ്പോഴാണ് സിനിമ മുഴുവനായിട്ട് കാണുന്നത്. മുഴുവനായിട്ടല്ല, എല്ലാം മിക്സ് ചെയ്തിട്ട് കാണണം. നമ്മൾ ഫൈനൽ മിക്സ് ചെയ്ത് ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് ടൈം വാച്ചാണ്, ഞാൻ പടം കണ്ടിട്ടുണ്ടായില്ല. ആദ്യമായിട്ടുള്ളൊരു ബ്രദർ സിസ്റ്റർ ബോണ്ടിൽ സണ്ണി എന്തെങ്കിലും വർക്ക് ചെയ്യണം, അത് ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നോ മജു ഫസ്റ്റ് പറയുമ്പോൾ തന്നെ? ഇപ്പോഴത്തെ എല്ലാം ഒരു തമാശ രീതിയിലാണ് നമ്മളത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. ഞാൻ അങ്ങനെ ഒരു സണ്ണിയോട് നമുക്ക് ഒന്നും പറയണ്ട. സണ്ണിയോട് പറഞ്ഞ് നിങ്ങൾക്കൊരു 15 ദിവസം 20 ദിവസം ഷൂട്ടിനുള്ളപ്പോഴാണ് വിളിക്കുന്നത്. സണ്ണിയോട് പറഞ്ഞു നിങ്ങൾ ഫ്രീ ആണ് അടുത്ത 2 ആഴ്ച കാണുന്നു പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് പുള്ളി സിനിമയിൽ ഉണ്ടാവുന്നത്. പിന്നെ നമ്മൾ ആ സമയത്ത് സണ്ണിക്ക് സ്ക്രീൻ പ്ലേ വായിക്കാൻ കൊടുത്തു. പിന്നെ ആ സമയത്ത് പറഞ്ഞു കൊടുക്കുന്നത് സണ്ണി പെട്ടെന്ന് മനസ്സിലാക്കി ചെയ്തു.